നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലമാണ്. എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികളെ കരുതിയിരിക്കേണ്ടതുണ്ട്. എലിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം? എലിപ്പനി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് ഡോക്ടർ VS വിശ്വകലയാണ്. നമസ്കാരം ഡോക്ടർ. പ്രേക്ഷകർക്ക് ഡോക്ടറോട് സംശയം ചോദിക്കാനുള്ള നമ്പർ താഴെ കാണിക്കും, അതിലേക്ക് ഡോക്ടറെ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, എലിപ്പനി വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം മൃഗങ്ങളിൽ നിന്ന് ഈ രോഗം പടരാം? ഏതെല്ലാം സാഹചര്യങ്ങളിൽ പടരാം? എലിപ്പനിയുടെ ഒരു രോഗാണു ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പം ഈ ഒരു സൂക്ഷ്മാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് അസുഖബാധ ഉണ്ടാകും. അപ്പം എലിപ്പനി സാധാരണയായിട്ട് മഴക്കാലത്താണ് കൂടുതലായിട്ട് ആളുകളിൽ എലിപ്പനി കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ എലിമൂത്രം, എലിയുടെ മാത്രമല്ല കന്നുകാലികൾ, നായ തുടങ്ങിയ മറ്റ് സസ്തനികളുടെ മൂത്രത്തിലും ഈ എലിപ്പനിയുടെ രോഗാണു ഉണ്ടെങ്കിൽ ആ രോഗാണു മൂത്രത്തിലൂടെ ജലത്തിലേക്ക് വരികയും ജലം മലിനമാകാനുള്ള അല്ലെങ്കിൽ ഒരുപാട് കെട്ടിക്കിടക്കുന്ന നമുക്ക് വെള്ളവുമായിട്ട് കൂടുതൽ സമ്പർക്കം വരാനുള്ള ഒരു സാധ്യത മഴക്കാലത്തായതുകൊണ്ട് തന്നെ മഴക്കാലത്താണ് നമുക്ക് എലിപ്പനി കൂടുതലായി കണ്ടുവരുന്നത്. എങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ വെള്ളക്കെട്ടുകളൊക്കെ അല്ലാത്ത സമയത്തും ഉള്ളതുകൊണ്ടും ചിലപ്പോഴൊക്കെ നമുക്ക് മറ്റ് സമയങ്ങളിലും വേനൽക്കാലത്തുമൊക്കെ തന്നെ ചിലപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എങ്കിലും കൂടുതലായും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മഴക്കാലത്ത് തന്നെയാണ്. കാരണം ഈ മഴവെള്ളവുമായിട്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം നമുക്ക് എവിടെയാണെങ്കിലും മഴവെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായയുടെ ഒരു ഉപദ്രവം കൂടുതലാണ്. തെരുവ് നായകളിൽ നിന്നൊക്കെ തന്നെ എലിപ്പനി പകരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും കരുതുന്നത് എലിമൂത്രത്തിൽ നിന്ന് മാത്രമാണ് എലിപ്പനി പകരുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. തെരുവ് നായയും നമ്മൾ വളർത്തുന്ന നായയാണെങ്കിലും തെരുവ് നായയാണെങ്കിലും അതുപോലെ തന്നെ കന്നുകാലികളാണെങ്കിലും ഇവയുടെയൊക്കെ മൂത്രത്തിൽ ഇവയ്ക്ക് ലെപ്റ്റോസ്പൈറോസിസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇവയ്ക്ക് എലിപ്പനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എലിപ്പനി എന്ന് പറയുന്നതേ ഉള്ളൂ, ലെപ്റ്റോസ്പൈറോസിസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ മൂത്രത്തിൽ കൂടി ഈ സൂക്ഷ്മാണുക്കൾ പുറന്തള്ളപ്പെടുകയും ഇത്തരം കന്നുകാലികളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ മൂത്രം നമ്മുടെ വെള്ളവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ മലിനമായ ജലവുമായിട്ട് മനുഷ്യർക്ക് കോണ്ടാക്റ്റ് വരുമ്പം, സമ്പർക്കം വരുമ്പം നമുക്ക് അസുഖം വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്രത്യേകിച്ചും കർഷകരിൽ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളക്കെട്ടുകളിലും തോടുകളിലും അതുപോലെ തന്നെ പാടത്തുമൊക്കെ പണിയെടുക്കുന്ന ആളുകളിൽ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇപ്പം കിഴക്കൻ മേഖലകളിലൊക്കെ ആണെങ്കിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അറവുശാലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വെറ്റിനറി മേഖലയുമായി ജോലി ചെയ്യുന്ന വെറ്റിനറി ഡോക്ടർമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ തുടങ്ങിയ ആളുകൾക്കും, അതുപോലെ പെറ്റ്സിനെ, വളർത്തുമൃഗങ്ങളെ വളർത്തുന്ന ആളുകൾക്കും ഒക്കെ തന്നെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റിസ്ക് ഗ്രൂപ്പിനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആരൊക്കെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിലേക്കോ മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ അസുഖം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സജിത. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ. ഹലോ മാഡം. ഹലോ, സംസാരിച്ചോളൂ. എനിക്ക് അലർജിയുടെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അലർജിയുടെ അസുഖമാണ്. അലർജി മീൻസ് തുമ്മലും മൂക്കുന്ന് വെള്ളം വരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം ചെവി, തൊണ്ട, മൂക്ക് ഒക്കെ ചൊറിച്ചിലുണ്ട്. അത് അലർജിയാണോ? അത് ഒരു ഡോക്ടറെ കാണിച്ചപ്പോ വേറൊരു അസുഖം, സൈനസ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. അതിനെന്താ നമുക്കൊരു പ്രതിവിധി? രാവിലെ ഉണർന്ന് എണീക്കുമ്പോഴും ഉണ്ടാവും, തല കുമ്പിട്ട് കുറച്ചു നേരം പണിയെടുത്താൽ അപ്പോഴും ഉണ്ടാവും. അതെന്താണ്? രോഗലക്ഷണങ്ങൾ കേട്ടിടത്തോളം അലർജി ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ സൈനസൈറ്റിസ് ഉണ്ടോ എന്നുള്ളതും ഒരു ENT സർജനെ കാണിച്ച് അത് പരിശോധിച്ച് അത്
ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അലർജി ആണെങ്കിൽ എന്ത് സാധനത്തോടാണ് നമുക്ക് അലർജി? പൊടിയാണോ, അതോ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥമാണോ, അതല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണോ നമ്മുടെ അലർജിക്ക് കാരണമാകുന്നതെന്ന് മനസ്സിലാക്കി കഴിയുന്നത്ര അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഗതികൾ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായിട്ടും അലർജിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു മാർഗം. എങ്കിലും ഒരുപാട് ആളുകൾക്ക് അലർജിക്ക് പലപ്പോഴും ചികിത്സ ആവശ്യമാണ്. ഗുളികകളും മരുന്നുകളും ഇൻഹെയിലറുകളും ഒക്കെ തന്നെ നിലവിൽ ലഭ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് ആവശ്യമെന്ന് ഒരു വിദഗ്ധ ഡോക്ടറെ, അലർജി സ്പെഷ്യലിസ്റ്റുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് രോഗനിർണയം നടത്തുകയും അതിനനുസരിച്ചുള്ള ചികിത്സ തേടുകയും ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. അലർജി നമുക്ക് ഒരു പരിധിവരെ ചികിത്സിച്ച് നിയന്ത്രണ വിധേയമാക്കി നിർത്താൻ കഴിയുന്ന ഒരു രോഗമാണ്. പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വെള്ളത്തിലൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്കാണ് ഇത്തരത്തിലുള്ള രോഗം വരുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് എലിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ അസുഖത്തെ ഒന്ന് പ്രതിരോധിക്കാൻ സാധിക്കുക? അപ്പം പ്രധാനമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നത് മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നതാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു കാലാവസ്ഥയിൽ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ പല വീടുകളും മുറ്റത്തൊക്കെ തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ എലിമാളങ്ങളൊക്കെ തന്നെ ചുറ്റുപാടുകളിലും ഉള്ള ഓടകളുടെ വെള്ളമൊക്കെ തന്നെ മുറ്റത്തേക്കൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഇന്ന് സംജാതമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിയുന്നത്ര മലിനജലവുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുക. ഇനി ഏതെങ്കിലും സംഗതി വശാൽ നമുക്ക് മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് വരേണ്ടി വന്നാൽ നമ്മുടെ ശരീരത്തിൽ മുറിവുകളില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ നന്നായി കവർ ചെയ്യുന്ന തരത്തിലുള്ള പാദരക്ഷകൾ ധരിച്ചിട്ട്, അതുപോലെ പാടത്തൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ ഗംബൂട്ടുകളൊക്കെ ധരിച്ചിട്ട് പണിക്കിറങ്ങുക. നമുക്ക് മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കഴിയുന്നത്ര അത് ഒഴിവാക്കുകയും ഗംബൂട്ടുകൾ പോലെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാമഗ്രികൾ ധരിക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മൾ ഇത്തരത്തിലുള്ള മലിനജലവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള ജോലികൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ജോലികളിലേക്ക് ഇറങ്ങേണ്ടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഡോക്സിസൈക്ലിൻ ഗുളിക നമുക്ക് പ്രതിരോധത്തിനായി ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ജോലിക്ക് ഇറങ്ങുന്നതിന് ഒരു ഏകദേശം 24 മണിക്കൂർ മുമ്പ് ഡോക്സിസൈക്ലിൻ ഗുളിക പ്രതിരോധത്തിനായി കഴിക്കാം. 200 മില്ലിഗ്രാം, സാധാരണ നമുക്ക് 100 മില്ലിഗ്രാമിൻ്റെ ഗുളികയാണ്. അപ്പോൾ 2 ഗുളിക അല്ലെങ്കിൽ 200 മില്ലിഗ്രാം ഗുളിക ആഴ്ചയിൽ ഒരിക്കൽ വീതം നമുക്കൊരു 6 മുതൽ 8 ആഴ്ച വരെ ഇതൊരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെയോ പ്രവർത്തകയുടെ മേൽനോട്ടത്തിൽ കഴിക്കുന്നതാകും അഭികാമ്യം. അപ്പം 6 മുതൽ 8 ആഴ്ച വരെ ഈ രോഗപ്രതിരോധത്തിനുള്ള ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കുക. പിന്നീട് തുടർന്നും കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തുടർന്നും കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ മരുന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഡോക്സിസൈക്ലിൻ ഗുളിക വളരെ സൗജന്യമായിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും സർക്കാർ ആശുപത്രികളിലൂടെയും ലഭ്യമാകുന്നുണ്ട്. നമ്മുടെ ഫീൽഡ് തല ആരോഗ്യ ജീവനക്കാരും ആശാ വർക്കർമാരും ഒക്കെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് ജീവനക്കാർക്കും അതുപോലെ ഹൈ റിസ്ക് ജോലികൾ എടുക്കുന്ന ആളുകൾക്കും അതുപോലെ പ്രളയ സമയത്തൊക്കെ തന്നെ മലിനജലവുമായി കോണ്ടാക്റ്റ് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗുളിക നൽകാറുണ്ട്. ആ സമയത്ത് പൊതുജനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചും അവർ നൽകുന്ന ഗുളികകൾ കഴിക്കുന്നതിന് ഒരു വിമുഖത കാണിക്കരുത്. ഡോക്സിസൈക്ലിൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരുന്നത് തടയാൻ കഴിയും. ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്സിസൈക്ലിൻ പ്രൊഫിലാക്സിസ് ഏതായാലും എടുക്കണം. ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പൊന്നാനിയിൽ നിന്ന് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പൂച്ചയിൽ നിന്നൊക്കെ പകരുമോ? പറഞ്ഞോളൂ. ചോദിച്ചോളൂ.
നമ്മുടെ വീട്ടിലുള്ള സസ്തനികളിൽ നിന്ന് പൂച്ചയായാലും നായയായാലും അത്തരം മൃഗങ്ങളിൽ നിന്ന് അവർക്ക് അണുബാധയുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല, എങ്കിൽ പോലും അവർക്ക് രോഗബാധയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മൂത്രത്തിൽ കൂടി ഈ അസുഖം പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലെപ്റ്റോസ്പൈറോസിസിനെതിരായിട്ടുള്ള കുത്തിവയ്പ്പുകൾ പൂച്ചയ്ക്കും നായയ്ക്കുമൊക്കെ കുത്തിവയ്പ്പുകൾ വെറ്റിനറി ഡിസ്പെൻസറികളിൽ വെറ്റിനറി ഡോക്ടർമാർ മുഖാന്തരം അതിനെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാവുന്നതാണ്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഏതൊരു അസുഖത്തിനെയും ഒരു അടിസ്ഥാനം എന്നത് ശുചിത്വം കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? നമ്മൾ ഏറ്റവും കൂടുതൽ പരിസര ശുചിത്വത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ പരിസര ശുചിത്വവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗമാണ് എലിപ്പനി. പരിസര ശുചിത്വത്തെ പറ്റി പറയുമ്പോൾ കഴിയുന്നത്ര നമ്മുടെ ചുറ്റുപാടും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുക. ഇനിയിപ്പോൾ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എലിമാളങ്ങൾ നശിപ്പിക്കുക. എലിക്ക് വളരാനുള്ള ഒരു സാഹചര്യം അനുവദിക്കാതിരിക്കുക. പലപ്പോഴും എലികൾ വളരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ സാധനങ്ങളും ഭക്ഷണ വേസ്റ്റുകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക. പിന്നെ എലി നശീകരണ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നമ്മുടെ കൃഷിവകുപ്പൊക്കെ സംയുക്തമായിട്ട് എലി നശീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അത്തരം എലി നശീകരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുക. പിന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങൾ പ്രത്യേകിച്ച് നായ, അതുപോലെ കന്നുകാലി, ഇവയൊക്കെ തന്നെ ഇവയുടെ മലമൂത്ര വിസർജ്യം നമ്മുടെ ജലസ്രോതസ്സുകളെ മലിനമാക്കാതെ നോക്കുക. മലിനമാക്കാതെ നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഇത്തരം കന്നുകാലികൾ വളർത്തുന്നവരൊക്കെ തന്നെ അതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ തന്നെ പ്രത്യേകം സംഭരിക്കുന്നതിനും നമ്മുടെ ജലസ്രോതസ്സുകളായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കുളിക്കാനും കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളവുമായിട്ട് സമ്പർക്കം വരാത്ത രീതിയിൽ അത് ശരിയായ രീതിയിൽ നമുക്ക് സംസ്കരിക്കാൻ കഴിയണം. പിന്നെ നമ്മുടെ ഈ നായയ്ക്കൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് ലഭ്യമാണ്. പൊതുവേ മനുഷ്യർക്ക് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാറില്ല എലിപ്പനിക്കെതിരായിട്ട്. പക്ഷേ നായയ്ക്കൊക്കെ തന്നെ വെറ്റിനറി പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വെറ്റിനറി ആശുപത്രികളിൽ നിന്ന് കുത്തിവയ്പ്പ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വ്യക്തി ശുചിത്വത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മലിനമായ ജലവുമായി സമ്പർക്കം വരാതിരിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പുല്ല് പറിക്കുകയോ അല്ലെങ്കിൽ പിന്നെ തോട്ടപ്പണി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യുറകളും കാലുറകളും ധരിക്കുക. മാത്രമല്ല ദീർഘസമയം മുറിവില്ലെങ്കിൽ പോലും ദീർഘസമയം മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് ഒഴിവാക്കുക. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ഈ കൈവിരലുകളുടെയും കാൽവിരലുകളുടെയൊക്കെ ഇടുക്ക് കൂടുതൽ നേരം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തൊലി വളരെ മൃദുവായതായി മാറുകയും അതുവഴി രോഗാണുക്കൾ കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല പലപ്പോഴും ഈ മഴക്കാലത്തൊക്കെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് മൂലം നമ്മുടെ കൈവിരലിൻ്റെയും കാൽവിരലിൻ്റെയും ഒക്കെ ഇടുക്കുകളിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചെറിയ മുറിവുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മുറിവുകളായിരിക്കും. പിന്നെ ഈ പുല്ലരിയുന്ന ആളുകൾക്കൊക്കെ തന്നെ അങ്ങനെയും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത മുറിവുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം മുറിവുകളിലൂടെ രോഗം കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും കുടിക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പം ഈ പശുക്കളെയും കന്നുകാലികളെയും ഒക്കെ കുളിപ്പിക്കുന്ന കുളങ്ങളിലും അത്തരം വെള്ളക്കെട്ടുകളിലും ഒക്കെ നമ്മൾ കുളിക്കാതെ ഇരിക്കുക. അത്തരം വെള്ളക്കെട്ടുകളിൽ ആവശ്യമില്ലാതെ കാല് കഴുകാനും കൈ കഴുകാനും മുഖം കഴുകാനും ഒന്നും ചെയ്യാതെ ഇരിക്കുക. അതുപോലെ വായ കഴുകുന്ന വെള്ളം എപ്പോഴും നല്ല വെള്ളത്തിൽ വായ കഴുകുക. മുഖവും വായും ഒക്കെ കഴുകുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞോ. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, കേൾക്കാമോ? നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്ന് രജിതയാണ്. രജിത, ചോദിച്ചോളൂ. ഡോക്ടർ, ഇത് കിണറിലെ വെള്ളത്തിലുള്ള എലിപ്പനി വരെ സാധ്യതയുണ്ടോ? കിണറിലെ വെള്ളത്തിലെന്ന് പലപ്പോഴും കേരളത്തിലെ കിണറുകളെന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ ഒരു ചരിവ്, അത് എത്രമാത്രം ഇപ്പം വളരെ തൊട്ടടുത്ത് കന്നുകാലിയുടെ തൊഴുത്തുണ്ട്,
അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും മലിനജലവുമായിട്ട് അതിൻ്റെ ഉറവയിൽ മലിനജലം വന്ന് നമ്മുടെ ജലസ്രോതസ് മലിനപ്പെട്ടാൽ കിണറ്റിലെ വെള്ളത്തിൽ നമ്മളിപ്പോൾ മുഖം കഴുകുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളുടെ മുഖം കഴുകുമ്പോൾ കണ്ണിലൂടെ, അതായത് അവിടെ മുറിവൊന്നും ഉണ്ടാവണമെന്നില്ല, കണ്ണിലൂടെ നമുക്കറിയാമല്ലോ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ നമ്മുടെ ഈ മൂക്കിലും നമ്മുടെ മൂക്കിൻ്റെ ദ്വാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ വായിലും ചുണ്ടിലുമൊക്കെയുള്ള തൊലി എന്ന് പറയാൻ പറ്റില്ല, മ്യൂക്കസ് മെമ്പറൈൻ അത് വളരെ നേർമേറിയതാണ്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് ഒരു ക്ലീൻ അല്ലാത്ത അല്ലെങ്കിൽ ഇത്തരം മലിനജലം കോണ്ടാക്റ്റ് വന്നാൽ നമ്മൾക്ക് ഇപ്പം കിണറ്റിലെ വെള്ളം നമുക്ക് എപ്പോഴും 100% ക്ലീൻ ആണെന്ന് അവകാശപ്പെടാൻ പലപ്പോഴും പറ്റില്ല. കാരണം മിക്ക വീടുകളിലെയും കിണറിലെ വെള്ളം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറ ഉണ്ടെന്നല്ല, പക്ഷെ പലപ്പോഴും അത് ഒരു ഫുള്ളി ഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ രോഗാണുക്കൾ കാണാറുണ്ട്. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കന്നുകാലിയുടെ മൂത്രമായിട്ടോ അല്ലെങ്കിൽ നായയുടെ മൂത്രമായിട്ടോ ഒക്കെ കോണ്ടാക്റ്റ് വരുന്ന ഒരു കിണറാണെങ്കിൽ ആ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് വേണമെങ്കിൽ രോഗം പകരാം. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മഴക്കാലത്താകുമ്പോൾ നല്ല ഉറവയായിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മഴക്കാലമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാറായി, പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കഴിയുന്നതും മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ ഇരിക്കുക. പക്ഷെ മഴക്കാലത്ത് നമുക്കറിയാം നമ്മുടെ റോഡുകളും തോടുകളും ഒക്കെ ഓടകളും ഒക്കെ ചിലപ്പോൾ ഒന്നായി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കഴിയുന്നതും കവർ ചെയ്യുന്ന തരത്തിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക. കാലിലും കയ്യിലും മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് വൃത്തിയായിട്ട് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് പുരട്ടിയിട്ടോ അത് പൊതിഞ്ഞ് വെക്കുക. കഴിയുന്നതും അത് എന്താ പറയുക വാട്ടർ പ്രൂഫായിട്ട് തന്നെ വെക്കണം. പിന്നെ അഥവാ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കാല് കഴുകി വൃത്തിയാക്കുക. മലിനജലവുമായിട്ടൊരു അധിക നേരം കോണ്ടാക്റ്റ് ഉണ്ടെന്ന് തോന്നുകയോ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വന്നതിന് ശേഷം പനി വരികയോ ചെയ്താൽ അത് എലിപ്പനി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തി ചികിത്സ കംപ്ലീറ്റ് ചെയ്യുക, ചികിത്സയെടുത്ത് ചികിത്സ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിയുന്നത് നമുക്ക് ഈ മലിനജലവുമായിട്ടുള്ള സമ്പർക്കം കുറയുക, മലിനമായിട്ടുള്ള മണ്ണുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ചില അവസരങ്ങളിൽ പ്രായോഗിക തലത്തിൽ നമുക്കിത് പൂർണ്ണമായിട്ടും പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ മുറിവുകളുണ്ടെങ്കിലൊക്കെ കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മീൻ കെട്ടുകളിലൊക്കെ കുട്ടികൾ ഇറങ്ങി കളിക്കാനുള്ള ഒരു സാധ്യത, വെള്ളത്തിലൊക്കെ അനാവശ്യമായിട്ട് കുട്ടികൾ ഈ അഴുക്കുള്ള വെള്ളക്കെട്ടുകളിൽ ഇറങ്ങി കളിക്കാനുള്ള ഒരു സാധ്യത ഇതൊക്കെ നിലനിൽക്കുന്നു. ഇനി ഇതൊക്കെ ഒഴിവാക്കുക. എന്തെങ്കിലും കാരണവശാൽ മലിനജലവുമായിട്ട് സമ്പർക്കമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഉടനെ പനി വരുന്നുണ്ടെങ്കിൽ ആ പനി അവർ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അവരെത്രയും പെട്ടെന്ന് സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണുക. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് ചന്ദ്രബാബു ആണ്. ചോദിക്കാം. ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. 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 ഡോക്ടർ, അപ്പൊ ഞങ്ങളൊരു ഹൈ റേഞ്ച് സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. പറഞ്ഞോളൂ. നമസ്കാരം. അപ്പൊ നമ്മളെ ഒരു ഹൈ റേഞ്ച് സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഒരു 10-15 പേർക്ക് വേണ്ടിയിട്ട് ഒരു കുടിവെള്ള പദ്ധതി 10-15 പേർക്ക് വേണ്ടിയിട്ട് ഒരു കുടിവെള്ള പദ്ധതി പോലെ ഒരു കിണർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് നമുക്ക് ഇത് വരാൻ ചാൻസുകൾ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രതിരോധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കുടിവെള്ള പദ്ധതിയിൽ ടാങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ ചെയ്യാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അതിലേക്ക് അത് മലിനമാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും മലിന ജലത്തിൻ്റെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ മാലിന്യം അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഫുഡ് വേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എലിയോ തെരുവ് നായയോ ഒക്കെ അവരുടെ വിസർജ്യമോ ഒക്കെ ഈ നമ്മുടെ കിണറിൻ്റെ ഒരു സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു 7.5 മീറ്റർ എന്ന് പറയുന്നുണ്ട്, എങ്കിൽ പോലും ഒരു 15 മീറ്റർ എങ്കിലും അതിൻ്റെ ഒരു സ്രോതസ്സിന് ചുറ്റും
ഒരു എന്താ പറയുന്നത് വേസ്റ്റുകളൊന്നും ഇടാതെ ഇരിക്കുക. കിണർ വളരെ ശുദ്ധിയായിട്ട് വെക്കുക. അതുപോലെ അതിപ്പം ലെപ്റ്റോസ്പൈറോസിസ് പ്രതിരോധിക്കുവാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലിപ്പോൾ മഞ്ഞപ്പിത്തമൊക്കെ തന്നെ പടർന്ന് പിടിക്കുന്നുള്ളത് കൊണ്ട് ക്ലോറിനേറ്റ് ചെയ്യുക. കൃത്യമായ ഇടവേളകളിൽ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു മഴക്കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ നാട്ടിൽ കിണറ്റിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. തിളപ്പിച്ച വെള്ളം എന്ന് പറയുമ്പം നമുക്കൊരു റോൾഡ് ബോയിലിംഗ്, അതായത് നല്ല തിള വന്നിട്ട് ഉരുണ്ട് കുമിള പോലെ തിള വന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മളൊരു സിമ്മിലിട്ട് തിളപ്പിച്ച്, അങ്ങനെ തിളപ്പിച്ച വെള്ളം മാത്രം നമ്മൾ കുടിക്കുക. പച്ചവെള്ളം കുടിക്കാതെ ഇരിക്കുക. ഇതിപ്പം ലെപ്റ്റോസ്പൈറോസിസിനല്ല, നിങ്ങളിപ്പം തൽക്കാലം ആ കിണറിൻ്റെ കാര്യം ചോദിച്ചത് കൊണ്ട് ഞാൻ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. സാധാരണഗതിയിൽ കുടിക്കുന്ന വെള്ളത്തിലൂടെ എന്ന് പറഞ്ഞാൽ മലിനപ്പെട്ട മലിനവെള്ളം നമ്മൾ പൊതുവെ കുടിക്കാറില്ല. മലിനവെള്ളത്തിലൂടെ വായിക്കകത്ത് മലിനവെള്ളം പോയാൽ അസുഖം എലിപ്പനി വരാം. എങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു പൊതുവായൊരു കിണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കിണറിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് മറ്റ് ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് ചില കറികളൊക്കെ തന്നെ നമ്മൾ ചൂടാക്കാതെ ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോൾ ദോശയുടെ ചമ്മന്തി, പുളിശ്ശേരി, അങ്ങനത്തെയൊക്കെ പല കറികളും നമ്മൾ വലുതായിട്ട് തിളപ്പിക്കാറില്ല. അങ്ങനെ തിളപ്പിക്കാത്ത കറികൾ ഉണ്ടാക്കുമ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് അസുഖം തടയാൻ കഴിയും. മറ്റ് വേസ്റ്റുകളൊന്നും തന്നെ കിണറിന് ചുറ്റും ഇടാതെ ഇരിക്കുക. വേസ്റ്റ് വെള്ളം കിണറിലേക്ക് ഒഴുകാനുള്ള സാധ്യത ഒഴിവാക്കുക. കിണർ നല്ല അടുപ്പമുള്ള വല ഉപയോഗിച്ച് മൂടി വയ്ക്കുക. ഒരു കൂടുതൽ തൊട്ടിയും കയറും ഒന്നും കിണറ്റിലേക്ക് ഇടുന്നത് കൂടുതൽ കണ്ടാമിനേഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഡോക്ടർ എലിപ്പനി ക്ലിയറായോ? പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ എലിപ്പനി വരുന്ന രീതികളും ഒക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള പനികൾ, എലിപ്പനി, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ മുന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് ചികിത്സ ചെയ്യാനുള്ള മാർഗങ്ങൾ? ഒരു സാധാരണ പനി പോലെ തന്നെയാണ് പലപ്പോഴും എലിപ്പനി വരുന്നത്. എങ്കിൽ പോലും സാധാരണ പനിയിൽ നിന്ന് വ്യത്യസ്തമായി ചിലർക്ക് സാധാരണ ഒരു പനി പോലെയാണ് വരുന്നത്. പനിയോടൊപ്പം തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കടുത്ത പേശീവേദന, പ്രത്യേകിച്ച് നമ്മുടെ കാലുകളിലെ പേശികൾക്ക് നല്ല വേദന ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ഭാഷയിൽ അതിനെ നമ്മൾ കാഫ് മസിൽ ടെൻഡർനെസ് എന്ന് പറയും. നമ്മുടെ കാൽവണ്ണയിലെ മസിലുകൾക്ക് ഭയങ്കര വേദനയായിരിക്കും. നടുവേദന ഉണ്ടായിരിക്കും. അതുപോലെ കൈകാലുകൾക്കൊക്കെ കഴപ്പ്. പിന്നെ കണ്ണിന് നല്ല ചുമന്ന നിറം, അതായത് ഒരു ചെങ്കണ്ണ് പോലെ നമുക്ക് ചിലപ്പം തോന്നും. ചില ആളുകൾക്ക് മഞ്ഞപ്പിത്തം പോലെ കണ്ണിന് മഞ്ഞ നിറം തോന്നാറുണ്ട്. പിന്നെ ഭയങ്കര തലവേദന, ക്ഷീണം, ഛർദി, ചിലർക്ക് വയറിളക്കം, ഇങ്ങനെ വിവിധമായ ലക്ഷണങ്ങൾ വരാറുണ്ട്. പലപ്പോഴും ചില മരണത്തിലേക്ക് കാരണമാകുന്നത് കിഡ്നി ഫെയിലിയർ, റീനൽ ഫെയിലിയർ, നമ്മുടെ കിഡ്നിയെ ബാധിച്ചിട്ട് മൂത്രത്തിൻ്റെ അളവ് കുറയുക, മൂത്രം പോകുന്നത് കുറയുക, ലിവറിനെ ബാധിച്ചു മഞ്ഞപ്പിത്തവും കരൾ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാവുക. അതുപോലെ ചിലപ്പോഴൊക്കെ തലച്ചോറിനെ ബാധിക്കുക. ചില ആളുകൾ മരണപ്പെടുന്നതിൻ്റെ കാരണം മയോകാർഡൈറ്റിസ് ആണ്, അതായത് നമ്മുടെ ഹൃദയഭിത്തികളെ ബാധിക്കുന്നു. ഹൃദയഭിത്തികളെ ബാധിക്കുന്നത് കാരണം ചിലപ്പം പേഷ്യൻസിന് ശ്വാസം മുട്ടൽ, ഹൃദയമിടിപ്പ് കൂടുക, ഇങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ് പിന്നീടുള്ള ഘട്ടത്തിൽ വരാം. എങ്കിലും തുടക്കത്തിൽ പനി, ശരീരവേദനയും പനിയുമായിട്ട് ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് പനിയും ശരീരവേദനയും ഉണ്ടെങ്കിൽ അത് എലിപ്പനി ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം. സ്വയം ചികിത്സ പാടില്ല. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ മാരകമാകാതെ രക്ഷിക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ച് ഒരു ബാക്ടീരിയയാണ്. നമുക്ക് കൃത്യമായ മരുന്നുകൾ ഇതിനെതിരെയുണ്ട്. പെൻസിലിൻ പോലെയും ഡോക്സിസൈക്ലിൻ പോലെയും ഒക്കെയുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ രോഗത്തെ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്താതെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. കൃത്യസമയത്ത് മരുന്നുകൾ ഒരാഴ്ചത്തേക്കൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് ഈ അസുഖം ഭേദമാക്കാൻ കഴിയും. പിന്നെ രോഗലക്ഷണങ്ങൾ കൂടുന്നതായിട്ട് കണ്ടാൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രികളിലേക്ക് എത്തുക.
മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ നേരത്തെ നമുക്കറിയാം നമുക്കൊരു മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ പോവുകയാണ് എന്ന് നമുക്കറിയാമെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ സമീപിച്ച് ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളിക കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ വിഷയത്തെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലിയർ ആയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന്, പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്തത് എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികളെ കരുതിയിരിക്കേണ്ടതുണ്ട്, എലിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ്. നമ്മോടൊപ്പം ഇന്ന് ചേർന്നത് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS വിശ്വകലയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. മറ്റൊരു എപ്പിസോഡിൽ ഹലോ ഡോക്ടറുമായി വീണ്ടും കാണാം.